സേക്രഡ് ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ച സ്കൂളാണ് ഈ കാണുന്ന ബാക്കിലുള്ളത്. പഠിച്ച കാലഘട്ടം 2000 to 2004 വരെയാണ്. ഒരു 20-22 കൊല്ലമായി ഞാൻ ഇവിടുന്ന് പഠിച്ച് ഇറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് അധികം ഓർമ്മകളൊന്നുമില്ല. 1 തൊട്ട് 4 വരെയാണ് ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളത്. സേക്രഡ് ആർട്സ് ഗേൾസ് സ്കൂളാണ്. പക്ഷേ 1 തൊട്ട് 4 വരെ ബോയ്സിന് അലോഡാണ്. 1ാം ക്ലാസ്സിൽ എനിക്കൊരു സിസ്റ്ററായിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. 1 ബി 2 ബിയിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 സി 2 പഠിപ്പിച്ചത് മിനി ടീച്ചറായിരുന്നു, 3 ജൂലി ടീച്ചറായിരുന്നു, 4 ജീന ടീച്ചർ. അങ്ങനെ 4 ടീച്ചർമാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര പേർക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് A+A, B+B, C+C. അതുവരെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം എനിക്ക് അറിയില്ല എവിടെ വരെ ഗ്രേഡ് ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ സംഭവം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ A+ കിട്ടിയ കൊച്ചാണ്, കൺഗ്രാറ്റ്സ്. ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെറുതായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഒഴുകാന്ന് പറയും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകും. ഒഴുകി കഴിഞ്ഞാൽ അടിയും കിട്ടുണ്ടാ, അതുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് മിനി ടീച്ചർ അറിയോ? ആരാ? പണ്ടൊക്കെ ഈ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ബാഗ് തൂക്കിയിട്ട് വരാം. ബാഗിന്റെ വെയിറ്റ് ഇപ്പൊക്കെ ഭയങ്കര കുറവാണ്. പണ്ട് 10-15 കിലോ ഉണ്ടാവും ബാഗിന്റെ വെയിറ്റ് തന്നെ. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ, എനിക്കിപ്പോൾ പറ്റുന്നില്ല, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടും. എന്നോണ്ട് ഇപ്പം നടക്കുന്നില്ല കേട്ടാ. അന്ന് ഈ ഒരു ഹൈറ്റൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആടാൻ നല്ല രസമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ അടികളുണ്ട് കേട്ടോ. ഇവിടുന്ന് അടി കിട്ടും. ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. ഇത് സത്യത്തിൽ അന്ന് ഇങ്ങനെയല്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവർ ചെയ്തെടുത്തത്. കാരണം അന്ന് ഇങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് താഴെ കണ്ട അതേ പ്ലെയിൻ രീതിയിൽ പെയിൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ 3 ബിയും 3 ആയി ഇവിടെ കൊണ്ടുവന്നു. ഇത് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു സ്ഥലത്ത് എന്തായിരുന്നു എന്നുള്ളത്. ഇവിടെ എന്തോ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇത് 4ാം ക്ലാസ് ഏരിയ കേട്ടോ. 4A, 4B, 4C. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഷീറ്റുകൾ, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഷീറ്റുകൾ ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഈ ബെഞ്ചിൻ്റെ ഡെസ്കൊക്കെ മാറ്റിയിടണം. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയമാണ്. എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും ആയിരിക്കും ഈ ബെഞ്ചിൻ്റെ ഡെസ്കൊക്കെ മാറ്റിയിടാം. അതിൻ്റെ ഈ മടക്കാണ്, ഓരോന്ന് ഇങ്ങനെ മടക്കിയിട്ടാണ്. അന്നൊരു ടൈമിൽ ഞാൻ മടക്കുന്ന സമയത്ത് എൻ്റെ ഈ കൈ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൈ പെടും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇൻസിഡൻറ്റ്. ജസ്റ്റ് ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇതെല്ലാവരുടെയും നല്ലൊരു ഓർമ്മയായിരിക്കും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, പരിപാടി നടക്കുന്ന സമയത്ത് ഈ ബെഞ്ചിൻ്റെ ഡെസ്ക് മാറ്റിയിട്ടിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ, അന്ന് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമയിൽ വർക്ക് ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പോൾ 4ാം ക്ലാസ് ഞാൻ പഠിച്ചത് ഈ ഒരു ക്ലാസ് റൂമിലാണ്. അപ്പോൾ എല്ലാവരും പോയ കാരണം ക്ലാസ് റൂമൊക്കെ അടച്ചു. ഞാനത് ഓപ്പൺ ആക്കുന്നില്ല. അപ്പോൾ 4ാം ക്ലാസ് പഠിച്ചത് ഞാൻ ഈ ക്ലാസ് റൂമിലായിരുന്നു. അപ്പോൾ ഇതിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. അന്ന് കമ്പ്യൂട്ടർ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004 കാലഘട്ടത്തിലാണ് നമ്മളൊരു കമ്പ്യൂട്ടർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ തൊട്ടത് ഈ ക്ലാസ് റൂമിലാണ്. ഇന്ന് നമ്മൾ ജോലിക്ക് പല ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് തൊട്ട ലാപ്ടോപ്പ് അത് ഈ റൂമിലുണ്ടായിരുന്ന ലാപ്ടോപ്പായിരുന്നു. 2003-2004 കാലഘട്ടത്തിലാണ് ഞാനത് ആദ്യമായിട്ട് തൊടുന്നത് തന്നെ. അന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും അറിയില്ല. ആകെ കൂടി അറിയുന്നത് പെയിൻറ് എന്ന് പറഞ്ഞാൽ ജിംബ് അങ്ങടാന്ന് തോന്നുന്നുണ്ട്. ജിംബ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ആകെ കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ ലൈഫിലത്തെ പല കാര്യങ്ങളും തുടക്കം കുറിച്ചത്. ഈ കാണുന്ന ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമ്പോൾ തൊട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു. ഇതാണ് കമ്പ്യൂട്ടർ ലാബ്. ആദ്യമായിട്ട് നമ്മൾ തൊട്ട കമ്പ്യൂട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഇത് സയൻസ് ലാബ്. അന്ന് എനിക്ക് സയൻസ് ലാബ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അന്ന് നമുക്ക് കൂടി എൻ്റെ ഓർമ്മയിലുള്ളത് മഷിത്തണ്ട് ചെടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് മഷിത്തണ്ട് ചെടി പറിച്ചെടുക്കും. അത് ഉജാലയിൽ മുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സയൻസ് ലാബിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല സയൻസ് ലാബിനെ കുറിച്ചിട്ട്. അന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത്ര ഹൈറ്റ് ഇല്ല ബെഞ്ചിനും ഡെസ്കിനും. ഈ ഒരു ലെവലാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മളെ ഹൈറ്റ് വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ നല്ല ഹൈറ്റ് ആയ കാരണമായിരിക്കണം ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഒക്കെ ഹൈറ്റ് കൂട്ടിയത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ-ജൂലൈ മാസത്തിൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈമിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ ഓടായിരുന്നു. ഇപ്പം അത് ഡ്രസ്സാക്കി
ഇതുപോലെ ഷീറ്റുമേ ഇതൊക്കെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുട്ട് ഫീൽ ചെയ്യും. ആ ഇരുട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഇത്ര ഇരുട്ടില്ലെങ്കിലും ഈ ഒരു ചെറിയൊരു ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കിട്ടും. ആ ഇരുട്ടിന് ഭയങ്കര രസമായിരുന്നു. അത് വെള്ളിയാഴ്ച ഈവനിങ് കൂടി ആണെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം വെള്ളിയാഴ്ച ഒരു 3-3:30 സമയത്ത് മഴ, ഈ ഒരു ഇരുട്ട്, 2 ദിവസം മുടക്ക്, അടിപൊളി വൈബായിരുന്നു. ഈ ക്ലാസ് മുറിയിൽ, സേക്രഡ് ആർട്സിൻ്റെ ക്ലാസ് മുറിയിൽ നമുക്ക് മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാതും പഴയ പോലെയാണ്. പക്ഷേ ഏറ്റവും വലിയ മാറ്റം ക്ലാസ് റൂമിൽ തന്നെ TV എന്ന് പറയുന്ന സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് നമ്മൾ ടീച്ചർമാർ പറഞ്ഞു തരുന്ന പഠിപ്പിക്കണേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് തലയിൽ കയറുന്ന വഴിയാണ് TV. വിഷ്വൽസ് ആറിൻ്റെ മൈൻഡിലേക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതെനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കുന്ന രീതി തന്നെ മാറി. അതിലെന്തായാലും സേക്രഡ് ആർട്സിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇതുപോലെ TV വിഷ്വൽസ് വഴി പിള്ളേരെ പഠിപ്പിക്കണേൽ. പെയിൻറ്റ് നമ്മൾ പറഞ്ഞില്ല, പെയിൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഈ കളറല്ല പെയിൻറ്റ്, അന്ന് ഗ്ലോസി ടൈപ്പ് യെല്ലോ ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് റെഡായിരുന്നു, ഇത് വൈറ്റ് തന്നെയാണ്. അതാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക, തെറ്റാണെങ്കിലും കമൻ്റ് അടിക്കുക. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്തിട്ടാണെന്നറിയോ, നമുക്ക് ഇവിടെ ഒരു ദിവസം ഡയറെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം നമുക്കിവിടെ 50 പൈസയും 1 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഗെയിംസ് ഉണ്ടാവും, കസേര കളികൾ, പിന്നെ അങ്ങനെ എന്തോ കുറച്ച് ഗെയിംസ് ഉണ്ട്. എനിക്ക് ആകെ കൂടി ഓർമ്മയുള്ള ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 പൈസ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും ചെയേഴ്സ് കുറേ ഇട്ടിട്ടുണ്ടാവും. ഇവിടേക്ക് ആയിരുന്നു അന്ന് ചെയേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ചെയേഴ്സിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിന്മേൽ താഴെ ഒരു സ്റ്റാർ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാർ നമ്മൾ ഇരുന്ന കസേരമയാണെങ്കിൽ നമുക്ക് അന്ന് ചോക്ലേറ്റ്സ് കിട്ടും. ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഗെയിമായിരുന്നു. അങ്ങനെ പല പല ഗെയിംസുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള ഗെയിംസ് ഇത് മാത്രമേ. അടിക്കില്ല അപ്പോൾ ചൂരിലൊന്നുമില്ലേ? ചൂരിലില്ല? അല്ല വീട്ടിൽ അല്ല എവിടെയും വെക്കില്ല ക്ലാസ്. പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോസ് ഇടുന്ന സമയത്ത്, ലാലി ടീച്ചറായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. അത്രയ്ക്ക് വേണ്ടി പറയാണ്, ഇതെൻ്റെ ആൻറ്റിയാണ്. ചെറുപ്പം മുതൽ ഇവിടെ വന്ന അന്ന് പഠിച്ച സമയത്ത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഇതെൻ്റെ ആൻറ്റിയാന്നുള്ളത്. ഇപ്പോൾ ഫോട്ടോസിലാണ് കൂടുതൽ ആൾക്കാർ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇതെൻ്റെ മമ്മിയുടെ അനിയൻ്റെ വൈഫ് ലാലി ടീച്ചർ. സ്റ്റേജ് ഇപ്പോൾ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തു. പണ്ട് ഇതൊക്കെ ഓപ്പണായി എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുക. ഇവിടെയായിരുന്നു കളികൾ ഉണ്ടായിരുന്നത്. ദൈവമേ, ഹെവി ഫുഡാട്ടെ ഇപ്പോ, പണ്ടത്തെ പോലെ ഒന്നല്ല. +2. ഉച്ചഭക്ഷണക്ക് പള്ളിക്ക് പോണ വഴി. പണ്ട് നമുക്ക് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അങ്ങോട്ട് നമുക്ക് പള്ളിക്ക് ഇങ്ങനെ കുർബാന ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേർ വരിയായിട്ട് വരും. എല്ലാ വെള്ളിയാഴ്ച ഒന്നുമില്ല. പണ്ട് ഇതുപോലെ നമുക്ക് വരാനൊന്നും പറ്റില്ല കേട്ടാ. പണ്ട് നമ്മൾ മണ്ണിക്കോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കല്ലും മുള്ളും ചവിട്ടി വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോണ വഴി. ഇതൊക്കെയുണ്ട് ഈ ഫിഷ് ടാങ്ക്. ചെറുപ്പത്തിലേക്ക് നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മീൻ അടിച്ച് മാറണം എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. മാതാവ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വെച്ചിട്ടുള്ള അതേ സംഭവങ്ങൾ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മാതാവൊക്കെ പണ്ടുണ്ട്. നമ്മൾ ഉച്ച ബ്രേക്കിനൊക്കെ ഇവിടെ വന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോകുന്നുണ്ടായിരുന്നത്. നേഴ്സറി എന്ന് പറയുന്ന ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ചെടികൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏതൊരു ചെറിയ കൊച്ചിനും പെട്ടെന്ന് തലയിൽ കയറുന്നത് വിഷ്വൽസ് വഴിയാണ്. അപ്പോൾ ഇവർ ചെയ്ത് വെച്ച് നോക്കണണ്ട, മതിൽമയ്ക്ക് നല്ല പ്രോപ്പറായിട്ട് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കണ്ടോ ഓരോരോ കാര്യങ്ങളിലും എന്തൊക്കെയാണുള്ളത്. ഹെൽത്തി ഫുഡ്സ് ഇപ്പോൾ ഭൂപടാണെങ്കിൽ പോലും എനിക്ക് കേരളത്തിലത്തെ ജില്ലകൾ കറക്റ്റ് തെറ്റാണ്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു കൊച്ച് അവനവൻ്റെ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവനിത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. പിന്നെ ഈ ബാക്കിൽ കാണുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേജിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡ്രില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതായത് 4 ആൾ നിൽക്കും, അതിൻ്റെ മേലെ 3, 2, 1. ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2 വട്ടം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, 2002-ലും 2003-ലും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേജ് എനിക്ക് മറക്കാൻ പറ്റില്ല. പണ്ടിവിടെ ഫുള്ള് മണലായിരുന്നു കേട്ടോ.
മണ്ണല്ല, മണലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഫുള്ള് ഇവിടെ ഇൻ്റർലോക്സ് ഒക്കെ ആക്കിയത്. ഇവിടെ ഒരു മാതാവിൻ്റെ രൂപം നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങൾ ചെറുപ്പത്തിൽ, അന്ന് നമുക്കധികം പ്രായത്തിൽ ബുദ്ധിബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അന്ന് നമ്മുടെ അടുത്ത് ഒരു വെള്ളിയാഴ്ച ഈവനിങ് ദിവസം ഒരു ന്യൂസ് ഇവിടെ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അന്നത് നമ്മൾ കുറേ കാണാനൊക്കെ ആയിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അന്ന് കുറേ പേര് എൻ്റെ കൂടെ വന്നിട്ട് അത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അങ്ങനെ പല പല ന്യൂസുകളും ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് വാഷ്റൂമിൽ പോകുന്നത്. ഓക്കെ, അന്ന് ഇതിൽ പൈപ്പുകളൊക്കെ പഴയ പോലെ തന്നെ. പക്ഷെ നമുക്ക് മറക്കാനാവാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് ഈ കിണറാണ്. അന്ന് ഈ കിണർ ഗ്രില്ല് ചെയ്തിട്ടൊന്നുമില്ല, ഗ്രില്ലടിച്ചിട്ടില്ല, ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ കപ്പി കിടക്കുന്നുണ്ടാവും, കപ്പി വലിച്ചിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മളിവിടെ കളിച്ച് ഫുള്ള് ടയേർഡായി വന്നിട്ട് ഇവിടുന്ന് ആ കപ്പിയിൽ നിന്ന് കോരിയിട്ട് വെള്ളം കുടിക്കുന്നത്, അത് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. ആ 106 കൊല്ലായില്ലേ? അവരങ്ങോട്ട് തിരിഞ്ഞു പോയി, ഹൈസ്കൂളിൽ പോയി, ഇതായതല്ല 61. ആ ഓക്കെ ഓക്കെ. ആ ഇവിടുന്ന് ആൻജോസിസോട്ടാണ് ഞാനുള്ളത്. അതെ അതെ, ഗ്ലോറി. ഗ്ലോറി 2003 വരെ ഉണ്ടായിരുന്നു അല്ലേ? കമ്പ്യൂട്ടർ ടീച്ചറാ? അതെ, കമ്പ്യൂട്ടർ ടീച്ചർ. അതെ.